നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തപ്പെട്ടായി ഇതാണ് രണ്ടാം പകുതിയിൽ കോച്ച് പെപ് ഗാർഡിയോളയുടെ മനസ്സിലൂടെ കടന്നുപോയ ചോദ്യം. 5-1 മുന്നിൽ നിന്ന ടീം ഒടുവിൽ 5-4 ജയിക്കുന്നത്. എതിരാളികൾ ഒന്ന് ഗോളടിക്കുക, പോവുക. സിറ്റിയുടെ അറ്റാക്ക് കിടിലൻ, എന്നാൽ സിറ്റിയുടെ ഡിഫൻസ് ഇതാണ് അവസ്ഥ. കഷ്ടം. 5-4 എന്ന രൂപത്തിലാണ് ഒടുവിൽ സിറ്റി ഫുൾഹാമിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. കളിയിൽ എർലിംഗ് ഹാലൻഡും റെയിൻഡേഴ്സും ഓരോ ഗോളുകൾ നേടി. ഇപ്പോൾ ഫിൽ ഫോഡൻ വീണ്ടും ഇരട്ട ഗോളുകൾ അദ്ദേഹത്തിൻ്റെ വക വരുന്നു. വീണ്ടും ഫോമിലേക്ക് അദ്ദേഹം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഗോള് ഫുൾഹാം താരത്തിൻ്റെ ഓൺ ഗോളായിരുന്നു. മറുഭാഗത്ത് ഫുൾഹാമിനായിട്ട് സ്മിത്ത് റോവ്, അതുപോലെ ഇവോബി എന്നിവർ ഓരോ ഗോൾ അടിച്ചപ്പോൾ ചെക്വീസ് ഇരട്ട ഗോളുകൾ നേടി. 5-1 ലീഡെടുത്ത സിറ്റിയാണ് ഒടുവിൽ ഈ രൂപത്തിലേക്ക് 4-5 എന്ന നേരിയ മാർജിനിൽ വിജയിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. ഏതായാലും ആകെ 9 ഗോളുകൾ പിറന്ന ഒരു കാണികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു കളിയായിരുന്നു. മത്സരത്തിൽ ഡോക്കു, എർലിംഗ് ഹാലൻഡ്, ഫിൽ ഫോഡൻ എന്നിവരൊക്കെ അണിനിരന്നുകൊണ്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത്. ഏതായാലും കളിയിൽ 17-ാമത്തെ മിനിറ്റിൽ തന്നെ ഡോക്കുവിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഗോൾ അടിച്ചുകൊണ്ട് എർലിംഗ് ഹാലൻഡ് പ്രീമിയർ ലീഗിൽ തൻ്റെ 100ാമത്തെ ഗോൾ കണ്ടെത്തി. പിന്നാലെ ഹാലൻഡിൻ്റെ അസിസ്റ്റിൽ നിന്ന് റെയിൻഡേഴ്സിൻ്റെ ഗോൾ വന്നു. 37-ാമത്തെ മിനിറ്റിൽ 2-0 സിറ്റി മുന്നിൽ. ഫിൽ ഫോഡൻ്റെ അടുത്ത ഗോൾ പിറക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് 44-ാമത്തെ മിനിറ്റിൽ 3-0 സിറ്റി മുന്നിൽ. എന്നാൽ ഒരു ഗോള് സ്മിത്ത് റോവിലൂടെ മടക്കിയടിച്ചു ഫുൾഹാം. അങ്ങനെ 3-1 എന്നതായിരുന്നു ഹാഫ് ടൈം സമയത്ത് സ്കോർ ലൈന്. രണ്ടാം പകുതിയിൽ 48-ാമത്തെ മിനിറ്റിൽ തന്നെ അടുത്ത ഗോളും വന്നു. എർലിംഗ് ഹാലൻഡിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഫിൽ ഫോഡൻ്റെ ഗോൾ പിറക്കുന്നു. അങ്ങനെ മത്സരം 4-1. തൊട്ടു പിന്നാലെ 54-ാമത്തെ മിനിറ്റിൽ ബേജിൻ്റെ ഓൺ ഗോൾ കൂടി വന്നപ്പോൾ 5-1 സിറ്റി മുന്നിൽ. സിറ്റി സേഫ് ഇങ്ങനെ കരുതിയെങ്കിൽ തെറ്റി. തൊട്ടു പിന്നാലെ തുടങ്ങി തിരിച്ചടിയുടെ മാന്ത്രിക മേളം. 57-ാമത്തെ മിനിറ്റിൽ ഇവോബിയിലൂടെ അടുത്ത ഗോൾ മടക്കിയടിച്ച് ഫുൾഹാം 2-5 എന്ന രൂപത്തിലേക്ക് കളിയെ മാറ്റി. 72-ാമത്തെ മിനിറ്റിൽ ചെക്വീസിൻ്റെ ഗോൾ പിറക്കുന്നു. 3-5 എന്നാകുന്നു. തൊട്ടു പിന്നാലെ അടുത്ത ഗോൾ കൂടി വരുന്നു. 78-ാമത്തെ മിനിറ്റിൽ ചെക്വീസിൻ്റെ അടുത്ത ഗോൾ കൂടി വന്നപ്പോൾ 4-5. കളി 78 മിനിറ്റേ ആയിട്ടുള്ളേ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം എന്ന രൂപത്തിലൂടെയാണ് പിന്നീട് കാര്യങ്ങൾ കടന്നുപോയത്. എന്തായാലും പെപ് ഗാർഡിയോളയുടെ ആധിക്യം വ്യാധിക്കും അവസാനമായിക്കൊണ്ട് ഫൈനൽ വിസിൽ വന്നു. 4-5 മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ച് കയറി. ഏതായാലും 14 കളികളിൽ നിന്ന് 28 പോയിന്റോടെ സിറ്റി ഇപ്പോൾ പ്രീമിയർ ലീഗ് ടേബിളിൽ 2ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.